രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. പിറ്റേ ദിവസം എന്താ രാവിലെ ഉണ്ടാക്കുക, രാത്രി മുതലേ തുടങ്ങുക ആ ചിന്ത അല്ലേ. ദോശയ്ക്കാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണം അരി, അങ്ങനെ പല കൺഫ്യൂഷൻസ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പുട്ടാണ്. രാവിലെ പുട്ട് കുഴച്ച് പെട്ടെന്ന് ആവി കയറ്റി നമുക്ക് പുട്ട് റെഡിയാക്കാം അല്ലേ. അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെ നമുക്ക് കടലക്കറി, ചെറുപയർ കറി, അങ്ങനെ ഒരുപാട് നല്ല നല്ല കറികൾ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർക്ക് ഈ പുട്ടും പഴവും പപ്പടവും എല്ലാം ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം അല്ലേ. അപ്പോൾ ഈ പുട്ടും പഴവും ഒരുമിച്ച് വന്നാലോ, എളുപ്പമായില്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പം പഴം പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ്. 2 പഴം എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴമാണ്, ഏത്തപ്പഴം. അത് ഒരു 4 ഇങ്ങനെ കീറി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏത്തപ്പഴം ഒരുപാട് നല്ല പഴുത്തതാണ് ഇതിന് കൂടുതൽ നല്ലത്. 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഇതിന് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി വേണം, 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുട്ടിനൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. പിന്നെ പുട്ട് കുഴയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവില്ല. നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കുമ്പം ഈ പുട്ട് കുഴച്ച് വെച്ചൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും വെള്ളമൊക്കെ ആയി. ഇനി ഞാനൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് പഴത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുവരെ ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം നുറുക്കി വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതൊന്നൊരു 1-1.5 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ഏലക്കാപ്പൊടി. അതുപോലെ തന്നെ നെയ്യ് ഉണ്ട് എടുത്ത് വെച്ചത്. അപ്പം നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി. എല്ലാ ഭാഗത്തും തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും പഴവും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുട്ടിന് നിറയ്ക്കണം. പുട്ടിന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുട്ട് കുറ്റിയെടുത്തു. അതിലോട്ട് ചില്ലിട്ട് കൊടുക്കുകയാണ്. ഇനി ആദ്യം ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പഴം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പഴം ഫില്ല് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല. കാരണം നമുക്ക് ആവി കയറി വരേണ്ടതാണ്. അപ്പം അങ്ങ് ഭയങ്കര വലിയ ലെയറായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. പഴം ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ പഴം ഇടുകയാണ്. പുട്ടുപൊടി ഇടാണ്. തേങ്ങ. ഇനി അവസാനം മുകളിൽ പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പം പുട്ട് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചു, സ്റ്റവ് ഓൺ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ട് കുറ്റി ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്.
പുട്ടുകുറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ആവി പുറത്തോട്ട് വന്നു തുടങ്ങണം. പുറത്തോട്ട് വന്നു തുടങ്ങി ഏതാണ്ട് ഒരു 2 മിനിറ്റോടുകൂടി പുട്ട് റെഡിയാവും. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആവി നന്നായിട്ട് പുറത്തോട്ട് വന്നു തുടങ്ങി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാനിത് പുട്ട് സ്റ്റൗവിൽ നിന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ഏത്തക്ക പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പഴം പുട്ട് എന്ന് പറയും. പുട്ടിൻ്റെ കൂടെ പഴം പുഴുങ്ങിയത് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണല്ലോ. അപ്പോൾ ഈ ആവിയൊക്കെ കയറ്റി അത് പുട്ടിങ്ങനെ എടുക്കുന്ന സമയത്ത് ശരിക്കും ഏലക്കയുടെയും പുഴുങ്ങിയ പഴത്തിൻ്റെയും അതുപോലെ നെയ്യിൻ്റെ എല്ലാം കൂടി മണമാണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് നല്ല ഇത് കഴിക്കാൻ കൊതിയാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.